മഹാലക്ഷ്മി സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. മോഹിനിയോട് മുത്തശ്ശി പറയുകയാണ്, നിൻ്റെ മോള് പ്രസവത്തോടു കൂടി മോളും കുഞ്ഞും മരിക്കണം, അത് പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ അമ്പലങ്ങളിലേക്കാൻ പോകുന്നത് എന്ന് പറയണം കേട്ടോ. അത് കേൾക്കുമ്പോൾ തന്നെ മോഹിനി ആകെ പകച്ചു പോവുകയാണ്. പിന്നീട് അവർ പോവുകയാണ് കേട്ടോ. പിന്നീട് കാണിക്കുന്നത് കരുണ കുളി കഴിഞ്ഞ് വരുമ്പോൾ ഉണ്ണി കിടന്ന് സുഖമായിട്ട് ഉറങ്ങുകയാണ് കേട്ടോ. ഉണ്ണി കിടന്ന് ഉറങ്ങുന്നത് കാണുമ്പോൾ തന്നെ കരുണയ്ക്ക് കലി കയറുകയാണ് കേട്ടോ. കരുണ ഇങ്ങനെ ആലോചിക്കുകയാണ്, പെണ്ണ് കാണാൻ വന്നതും കാലില്ലാത്ത കണ്ണനെ മഹി കല്യാണം കഴിച്ചു കൊടുത്തതും പിന്നീട് അതിനുശേഷം മഹി അടുക്കളയിൽ നിന്നിട്ട് കരുണയോട് പണി പറയുന്നതും എല്ലാം കൂടി കരുണയ്ക്ക് കലി കയറിയിട്ട് കണ്ണൊന്നും കാണില്ല കേട്ടോ. കരുണ അങ്ങനെ കരയണ പോലെ ആകുകയാണ്, ദേഷ്യം കൊണ്ട് വിറച്ച് നിൽക്കുകയാണ് കേട്ടോ. ആ സമയത്തായിരിക്കും മഹി അങ്ങോട്ടേക്ക് വരിക. മഹി വന്നിട്ട് പറയും, നീ നേരത്തെ എണിച്ചോ, എന്താ നീ ഇവിടെ തന്നെ നിൽക്കുന്നത്, കുളി കഴിഞ്ഞ് അടുക്കളയിൽ പോകണ്ടേ, അടുക്കളയിൽ പോയിട്ട് മഞ്ജു ഉള്ളതല്ലേ, നീ നേരത്തെ പണിയെടുക്കണ്ടേ, നിന്നോട് അതല്ലേ പറഞ്ഞത് എന്ന് പറയാൻ കേട്ടോ. അത് പറഞ്ഞത് കേട്ടതും കരുണ ആകെ കലി തുള്ളുകയാണ് കേട്ടോ. എന്നെ നീ അടിമയാക്കി വെക്കാൻ നിൽക്കരുത്, എനിക്കിനി പണിയെടുക്കാൻ പറ്റില്ല, ഇവിടെ എല്ലാവർക്കും വെച്ച് വിളമ്പി കൊടുത്ത് എനിക്ക് ശീലമില്ല, അതുകൊണ്ട് ഞാൻ എല്ലാവരും വെച്ച് വിളമ്പിയത് കഴിച്ചേ എനിക്ക് ശീലമുള്ളൂ, ഞാനിനി അത് ചെയ്യില്ല എന്ന് പറയാൻ കേട്ടോ. അത് കേൾക്കുമ്പോൾ മഹി ദേഷ്യത്തോടു കൂടി പറയുന്നുണ്ട്, കണ്ണേട്ടൻ വന്നു കഴിഞ്ഞ് അവിടെ ഇല്ല, വന്നു കഴിഞ്ഞ് നിനക്ക് എന്താ ഭവിഷ്യത്വം എന്നുള്ളത് അറിയോ ചോദിച്ചാൽ, എന്ത് ഭവിഷ്യത്വം ആയിക്കോട്ടെ എനിക്കത് വിഷയമില്ല, എൻ്റെ അച്ഛൻ ചെയ്ത തെറ്റിന് ഞാൻ എന്തിനു ശിക്ഷ അനുഭവിക്കണം, നീ എന്താണെന്ന് വെച്ചാൽ ചെയ്യ്, എനിക്കൊരിക്കലും പണിയെടുക്കാൻ പറ്റില്ല എന്ന് പറയണം കേട്ടോ. പിന്നീട് മഹി പറയുന്നുണ്ട്, നീ ഇങ്ങനെ ശാഠ്യം പിടിക്കും ദേഷ്യം പിടിക്കും വേണ്ട കരുണേ, നീ താഴെ വന്നിട്ട് എന്താ വെച്ചാൽ ചെയ്തോ എന്ന് പറയും. ഞാൻ ചെയ്യില്ല, നീ എന്താണെങ്കിൽ ചെയ്യേ എന്ന് പറഞ്ഞിട്ട് കലി കയറി നിൽക്കുകയാണ് കേട്ടോ. അതും പറഞ്ഞിട്ട് മഹി താഴേക്ക് ഇറങ്ങണം കേട്ടോ. മഹി താഴെ ഇറങ്ങുമ്പോൾ കരുണയ്ക്ക് ദേഷ്യം കൊണ്ട് സഹിക്കാൻ വയ്യാതെ മഹിയെ അങ്ങനെ പോയിട്ട് ചവിട്ടി താഴെ ഇടുകയാണ് കേട്ടോ. മഹി അങ്ങനെ സ്റ്റെപ്പ് അങ്ങനെ വീഴണം. ഇത് കണ്ടുകൊണ്ട് മഞ്ജു നിൽക്കുന്നുണ്ട്. മഞ്ജും ദുർഗയും ഓടി വന്നിട്ട് മഹിയെ ഇങ്ങനെ വിളിക്കുന്നുണ്ട് കേട്ടോ. മഹി അങ്ങോട്ട് വിളിക്കുമ്പോൾ മഹി എൻ്റെ കുഞ്ഞ് പറഞ്ഞിട്ട് കരയാണ്. അതേസമയം അനന്തു കണ്ണനെ പോയി കാണുന്നുണ്ട് കേട്ടോ. കണ്ട് സംസാരിക്കുകയാണ്, എന്തായാലും അവിടെ ഇരുത്തണ്ട, അത് ശരിയല്ല എന്നിങ്ങനെ പറയാനിട്ട്, എത്ര കാലം ഇരിക്കാൻ പറ്റും അനന്തു, ഇനി കുഞ്ഞും ഞാനും കൂടി അവിടെ തന്നെ പോയി ഇരിക്കേണ്ടതല്ലേ എന്ന് പറയണം. അങ്ങനെ പോയി ഇരിക്കാൻ പറ്റില്ല, എൻ്റെ ലേഖയ്ക്ക് ഒരുപാട് വിഷമമാകുള്ളൂ പറയും. നീ പറയുന്നത് മഹിയും കുഞ്ഞും അവിടെ വേണമെന്നല്ലേ, എന്തായാലും നമുക്കത് ആലോചിക്കാമെന്നിങ്ങനെ അവർ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ആ സമയത്താണ് മഞ്ജു ഫോൺ ചെയ്യുക കേട്ടോ. മഞ്ജു ഫോൺ ചെയ്തിട്ട് ഇങ്ങനെ പറയും, കണ്ണേട്ടാ അങ്ങനെ താഴെ വീണു, എത്രയും പെട്ടെന്ന് വരണം പറയും കേട്ടോ. എന്നിട്ട് പെട്ടെന്ന് തന്നെ അവർ വരികയാണ്. അതേസമയം കരുണ നേരെ വീട്ടിലേക്ക് പോയിരിക്കുകയാണ് കേട്ടോ. വീട്ടിൽ പോയിട്ട് മോഹിനിയോട് അങ്ങനെ വാതിൽ തുറക്കും, മോഹിനി അന്തം വിടുകയാണ് കേട്ടോ. കരുണയുടെ രൂപം കാണുമ്പോൾ തന്നെ എന്താ പറ്റിയത് ചോദിക്കും. ഇവിടെ എൻ്റെ അച്ഛൻ പറയുന്ന ഒരാളും മുത്തശ്ശി എവിടെ ചോദിക്കും. അവർ അമ്പലങ്ങളിലേക്ക് തീർത്ഥാടനത്തിന് പോയിരിക്കുകയാണെന്ന് പറയുകയാണ് കേട്ടോ. എന്താ മോളെ വന്നത്, എന്താ നീ അവിടെ നിന്ന് ദേഷ്യപ്പെട്ടിട്ട് വന്നതാണോ എന്ന് ചോദിക്കുമ്പോൾ, അതെ ഞാൻ ദേഷ്യപ്പെട്ടിട്ടല്ല, നീ അവർ പറഞ്ഞതനുസരിച്ചില്ലെങ്കിൽ നിൻ്റെ അച്ഛനെ അവർ കോടതി കയറ്റും പറയുകയാണ് കേട്ടോ. എൻ്റെ അച്ഛനെ അവർ കോടതി കയറ്റി എന്തോ ചെയ്തു കേട്ടോ, ഞാനേ ജയിലിൽ പോകാൻ തയ്യാറായിട്ടാണ് വന്നിരിക്കുന്നത് എന്നിങ്ങനെ പറയും കേട്ടോ. നീ എന്താ അങ്ങനെ ഒച്ചത്തിൽ സംസാരിക്കുന്നത്, ഇനിയും എന്നോട് എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഒച്ചത്തിൽ തന്നെ സംസാരിക്കും എന്ന് പറയണം കേട്ടോ. ജയിലിൽ പോകാൻ നീ എന്താ ചെയ്ത് ചോദിച്ചാൽ, ഞാൻ എന്താ ചെയ്തതെന്നുള്ളത് വൈകാതെ അറിയും, പക്ഷേ എന്നോട് ഇനി ഈ കാര്യം ചോദിച്ചു പോകരുത് എന്ന് പറഞ്ഞിട്ട് കരുണ മുകളിലേക്ക് പോകുകയാണ് കേട്ടോ. മോഹിനി മഹാലക്ഷ്മിയെ വിളിക്കണം. മഹാലക്ഷ്മിയെ വിളിക്കുമ്പോൾ ഫോണേ എടുക്കണില്ല. മോഹിനി ആകെ പകച്ചു പോകുകയാണ് കേട്ടോ, എൻ്റെ കുഞ്ഞിന് എന്തോ പറ്റിയല്ലോ എന്ന് പറഞ്ഞിട്ട്. അതേസമയം അനന്തും കണ്ണനും കൂടി വന്നിട്ട് മഹി ആശുപത്രിയിലേക്ക് കൊണ്ടുപോകണം കേട്ടോ. ആശുപത്രിയിൽ കൊണ്ടുപോയിട്ട് അവർ ICUവിൽ കയറ്റിയാണ്. അതേസമയം ഒരു ബോധവും ഇല്ലാതെയാണ് കിടക്കുന്നത് കേട്ടോ. ഒരു ബോധവും ഇല്ലാതെ കിടക്കുകയാണ്. എന്നിട്ട് ആകെ മൊത്തം മഞ്ജു കരയുകയാണ് കേട്ടോ. നമുക്ക് എന്തിനാ കണ്ണേട്ടാ ഇങ്ങനെ ഒരു അമ്മയും നാത്തൂനും അനിയനും ഏട്ടനും ഒന്നും വേണ്ട, അവരെയൊക്കെ അടിച്ചിറക്കി വിടണം, ഞാൻ കണ്ടതാണ്, കരുണ ചവിട്ടി വിടുന്നത് ഞാൻ കണ്ടതാണ് പറഞ്ഞിട്ട് മഞ്ജു ഇങ്ങനെ കരയുകയാണ് കേട്ടോ. അതേസമയം അനന്ത് പറയുന്നുണ്ട്, ഞാൻ എന്തായാലും ഒന്ന് പോയിട്ട് ലേഖ്യ വിവരം വിളിച്ചിട്ട് വരട്ടെ എന്ന് പറയണം കേട്ടോ. അതേസമയം ലേഖ അനന്ത് പോകുമ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ട്, ശരിയല്ലാത്തൊരു സ്വപ്നം ഞാൻ കണ്ടിട്ടുണ്ട് മഹിയെക്കുറിച്ച് എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. പിന്നീട് കണ്ണൻ പറയുന്നുണ്ട്, അവൾ അവിടെ ഉണ്ടോ ചോദിക്കുകയാണ് മഞ്ജുവിനോട്. അതെനിക്കറിയില്ല കണ്ണേട്ട, അവൾ എന്ത് ചെയ്തു എന്നുള്ളത് എനിക്കറിയില്ല എന്നിങ്ങനെ പറയണം കേട്ടോ. പിന്നീട് അനന്ത് വന്നിട്ട് ലേഖയുടെ അടുത്ത് ഇങ്ങനെ പറയാണ്, ലേഖ ഇങ്ങനെ അനന്തുവിനെ കണ്ടതേ ലേഖ പറയുന്നുണ്ട്, എന്താ പറ്റിയത് എന്ന് ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ പറ്റി, അവരൊരിക്കലും ശ്രദ്ധിച്ചില്ല, അവർ ശ്രദ്ധിക്കാതെയാണ് ഇങ്ങനെ പറ്റിയത് എന്ന് പറയണം കേട്ടോ. അതേസമയം അനന്തു ഇങ്ങനെ പറഞ്ഞതും തന്നെ ലേഖ അങ്ങനെ കരച്ചലിൻ്റെ വക്കിലെത്തിയിട്ട് എന്താ പറ്റി അവൾക്ക് എന്താ കുഴപ്പം എന്ന് പറയുമ്പോൾ അനന്തു പറയുന്നുണ്ട്, അവർ ICUവിലാണ്, നീ എത്രയും പെട്ടെന്ന് റെഡിയാവുക എന്ന് പറയണം. അങ്ങനെ അവർ ആശുപത്രിയിലേക്ക് പോവുകയാണ്.
ഈ ചാനലൊന്ന് ലൈക്കും അതേപോലെ തന്നെ ഹൈപ്പും ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.